ബി.ജെ.പിയിൽ കെ സുരേന്ദ്രൻ പക്ഷത്തിന് വൻ തിരിച്ചടി. ബി.ജെ.പി പോഷക സംഘടനകളിൽ പിടിമുറുക്കി എസ് സുരേഷ്, എം ടി രമേശ് പക്ഷങ്ങൾ. യുവമോർച്ച ഭാരവാഹികളിൽ ഭൂരിപക്ഷം പേരും സുരേഷിന്റെ നോമിനികളാണ്. മറ്റ് മോർച്ചകളിൽ എം ടി രമേശ് പക്ഷത്തിന് ആധിപത്യം. സുരേന്ദ്രൻ പക്ഷത്തെ ആരെയും പ്രധാന ഭാരവാഹികളായി കൊണ്ടുവന്നില്ല. നേരത്തെ മുഴുവൻ മോർച്ചകളും സുരേന്ദ്രൻ പക്ഷത്തിന്റെ കൈപ്പിടിയിലായിരുന്നു. പി വി കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, സുരേന്ദ്രന്റെ പ്രതാപകാലമെല്ലാം അസ്തമിച്ചുവെന്നാണോ വായിക്കേണ്ടത്? ഷമി, രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായതിനു ശേഷം മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും പക്ഷക്കാർ പൂർണ്ണമായും അവഗണിക്കപ്പെടുകയാണ്. പോഷക സംഘടനകളുടെ ഭാരവാഹി സ്ഥാനങ്ങൾ പൂർണ്ണമായും എസ് സുരേഷിന്റെയും എം ടി രമേശിന്റെയും നേതൃത്വത്തിലുള്ള പക്ഷങ്ങൾ കൈയടക്കി. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച യുവമോർച്ച ഭാരവാഹികൾ പൂർണ്ണമായും സുരേഷിന്റെ ഗ്രൂപ്പുകാരാണ്. സംസ്ഥാന പ്രസിഡന്റ് മനുപ്രസാദ്, സംസ്ഥാന ഭാരവാഹികളായി ഇപ്പോൾ നോമിനേറ്റ് ചെയ്യപ്പെട്ട ഗോകുൽ, അതോടൊപ്പം തന്നെ വരുൺ പ്രസാദ്, ഷിജിൽ, വിഷ്ണു എന്നിവരൊക്കെ എസ് സുരേഷിന്റെ നോമിനികളാണ്. അഖിൽ പ്രേം, നിവിൻ കൃഷ്ണൻ എന്നിവർ എം ടി രമേശ് പക്ഷക്കാരാണ്. എറണാകുളത്തു നിന്നുള്ള ദിനിൽ ദിനേശ് മാത്രമാണ് സുരേന്ദ്രൻ പക്ഷത്തിന്റെ പേരിനെങ്കിലും ഒരു പ്രതിനിധിയായി വന്നിരിക്കുന്നത്. നേരത്തെ യുവമോർച്ച സംവിധാനം പൂർണ്ണമായും സുരേന്ദ്രന്റെ കൂടെയായിരുന്നു. സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റായ ഘട്ടത്തിൽ മറ്റ് ഒരു നേതാക്കളുടെയും ആൾക്കാരെ അടുപ്പിക്കാതെ പൂർണ്ണമായും സുരേന്ദ്രൻ കൈയടക്കിയിരുന്നു. അതേസമയം തന്നെ ഈ മറ്റ് പോഷക സംഘടനകൾ, അതായത് യുവമോർച്ചയുടെ ഭാരവാഹി സ്ഥാനങ്ങൾ പൂർണ്ണമായി എസ് സുരേഷ് കൈയടക്കിയപ്പോൾ മറ്റ് പോഷക സംഘടനകൾ പൂർണ്ണമായും എം ടി രമേശ് പക്ഷം കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. മഹിളാ മോർച്ച, OBC മോർച്ച, കർഷക മോർച്ച, SC മോർച്ച, ST മോർച്ച, ന്യൂനപക്ഷ മോർച്ച എന്നിങ്ങനെ 7 സംഘടനകളാണ് ബി.ജെ.പിക്ക് പോഷക സംഘടനയായി ഉള്ളത്. ഇതിന്റെ ഭാരവാഹികൾ പൂർണ്ണമായും രമേശ് പക്ഷക്കാരാണ്. സുരേന്ദ്രൻ പ്രസിഡന്റായ ഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സംഘടനകളിലും രമേശിന്റെയും P.K. കൃഷ്ണദാസിന്റെയും ആൾക്കാരെ അടുപ്പിച്ചിരുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പരമ്പരാഗതമായി P.K. കൃഷ്ണദാസിന്റെയും എം ടി രമേശിന്റെയും നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പും മറുഭാഗത്ത് വി മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും നേതൃത്വത്തിലുള്ള ആ ഗ്രൂപ്പുമാണ് പരമ്പരാഗതമായി ബി.ജെ.പിക്കകത്ത് ശക്തി ചേരികളായി നിലകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ജനറൽ സെക്രട്ടറിയായി എസ് സുരേഷിന്റെ നേതൃത്വത്തിൽ പുതിയൊരു ഗ്രൂപ്പ് സംവിധാനം കൂടി, പുതിയൊരു ചേരി കൂടി രൂപപ്പെടുകയാണെന്ന് വേണം കരുതാൻ. രാജീവ് ചന്ദ്രശേഖരന്റെ ഉറച്ച പിന്തുണയിലാണ് സുരേഷ് ഈ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പുതിയ ഗ്രൂപ്പുകളിൽ വലിയ ക്ഷീണം സംഭവിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുരേന്ദ്രൻ പക്ഷത്തിനാണ്. സുരേന്ദ്രന്റെ അടുപ്പക്കാരെ തെരഞ്ഞു പിടിച്ച് വെട്ടിയൊതുക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരും എസ് സുരേഷും ഒക്കെ സ്വീകരിക്കുന്നത്. കോർ കമ്മിറ്റിയിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ച പ്രമുഖരായ നേതാവ് VV രാജേഷിനെ കോർ കമ്മിറ്റിയിലേക്ക് അടുപ്പിച്ചത് പോലുമില്ല. അതോടൊപ്പം നേരത്തെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന വി മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ആളായ പി രഘുനാഥന് ഇത്തവണ ഒരു സ്ഥാനവും നൽകിയിരുന്നില്ല. യുവമോർച്ച ജനറൽ സെക്രട്ടറി ആയിരുന്ന യുവ നേതാവ് കെ ഗണേശനും പാർട്ടിക്കകത്ത് ഇപ്പോൾ സ്ഥാനങ്ങളിൽ. ഇവരെല്ലാം സുരേന്ദ്രൻ പക്ഷത്തിന്റെ ഏറ്റവും പ്രമുഖരായ ആൾക്കാരാണ്. ഇത്തരത്തിൽ പൂർണ്ണമായും തഴയപ്പെടുന്നതിന്റെ അതിർത്തി മുരളീധരനും കെ സുരേന്ദ്രനും കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുമെന്നാണ് സൂചന. ഷമീൻ.